Dear students, welcome to CE303 Structural Analysis 2 class. Now we are discussing Module 3 Moment Distribution Method. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുമ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നോക്കാം. So here carry over moment, that is value of m dash is equal to 0. Simply supported ആയിട്ടുള്ള എൻഡ് വരുമ്പോൾ carry over momentന്റെ വാല്യൂ 0 ആയിരിക്കും. There is no carry over. അതുപോലെ തന്നെ സ്ലോപ്പ് റൊട്ടേഷൻ വാല്യൂ ml/3 ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ വരുന്ന റൊട്ടേഷൻ ml/3 ആണ്. Therefore the value of k, stiffness is equal to, we have stiffness k is equal to m/theta. Then substitute the value of theta ml/3 so we get stiffness k is equal to 3 so simply supported end വരുമ്പോൾ stiffness value 3 ആണ് എടുക്കേണ്ടത്. ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ 4 ഉം ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് വരുമ്പോൾ 3 ആണ് സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ വരിക. ദെൻ നെക്സ്റ്റ് ക്യാരി ഓവർ ഫാക്ടർ. ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ m'/m ആണ്. സോ ഹിയർ ക്യാരി ഓവർ മൊമെൻറ്റ്, ദർ ഇസ് നോ ക്യാരി ഓവർ മൊമെൻറ്റ്, ദ വാല്യൂ ഓഫ് m' is equal to 0 and the carry over factor also 0. So our third problem, analyze the continuous beam shown in figure by moment distribution method. So this is our question. There is a continuous beam ABC. So ABയിൽ 20 kN per meter UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ BCയിൽ സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ വാല്യൂസ് ABയിൽ 2I ആണ്, BCയിൽ I ആണ്. So our first step, calculation of fixed end moment. So here ABയിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത്. So UDL ആക്ട് ചെയ്യുമ്പോൾ m of AB is equal to minus WL²/12, that is minus 20 into h²/12 is equal to minus 106.67 kN meter. Similarly m of BA is equal to plus WL²/12, that is 20 into h²/12 is equal to 106.67 kN meter. Then m of BC is equal to, here BCയിൽ സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ m of BC is equal to minus WL/8, that is minus 60 into 4/8 is equal to minus 30 kN meter. Similarly m of CB is equal to plus WL/8, that is 60 into 4/8 is equal to 30 kN meter. Then next the second step, calculate the distribution factors. So first consider joint B. Here joint B രണ്ട് മെമ്പേഴ്സ് ആണ് ഉള്ളത്, BA and BC. സോ ഫസ്റ്റ് കൺസിഡർ BA കൺസിഡർ ചെയ്യുമ്പോൾ BAയിലുള്ള ഫാർ എൻഡ് A സപ്പോർട്ടാണ്. സോ സപ്പോർട്ട് A ഫിക്സ്ഡ് എൻഡ് ആണ്. സപ്പോർട്ട് A ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് സ്റ്റിഫ്നെസ് വാല്യൂ is equal to 4EI/L. then substitute the value of I. here AB spanൽ value of I 2I ആണ്. so here substitute the value of I as 2I. therefore 4 into E into 2I/8, that is equal to EI. അതുപോലെ തന്നെ BC കൺസിഡർ ചെയ്യുമ്പോൾ BCയിലെ ഫാർ എൻഡ് C എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. ഇവിടെ C എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ട്, ഫാർ എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടാണെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റിഫ്നെസ് എന്നുള്ളത് 3EI/L ആണ് വരിക. സോ ഇവിടെയും ഐന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BCയിലെ വാല്യൂ ഓഫ് I തന്നെയാണ്. സോ വി ഗെറ്റ് 3 into E into I/4, that is 3/4 EI, that is equal to 0.75 EI. then next column sigma k എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിലുള്ള എല്ലാ മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ്സുകൾ ആഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ജോയിൻറ്റ് ബിയിൽ രണ്ട് മെമ്പേഴ്സ് ആണുള്ളത്, BA and BC. BAയിലും BCയിലെയും സ്റ്റിഫ്നെസ്സുകൾ ആഡ് ചെയ്യുക. that is EI plus 0.75 EI, that is 1.75 EI. then next column distribution factor is equal to K by sigma k. സോ ഇവിടെ ഫസ്റ്റ് മെമ്പർ BA ആണ്. സോ BAയിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ is equal to BAയിൽ വരുന്ന കെയുടെ വാല്യൂ EI ആണ്. സിഗ്മ k 1.75 EI ആണ്. സോ വി ഗെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അലോങ് ദ മെമ്പർ BA is equal to EI by 1.75 EI, which is equal to 0.571. അതുപോലെ തന്നെ കൺസിഡർ BCയിൽ വരുന്ന സ്റ്റിഫ്നെസ് 0.75 EI ആണ്. സിഗ്മ k 1.75 EI ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അലോങ് ദ മെമ്പർ BC is equal to 0.75 EI by 1.75 EI is equal to 0.429. സോ ജോയിൻറ്റ് ബിയിലെ രണ്ട് മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് വരുന്ന ജോയിൻറ്റ് C ഉണ്ട്. ജോയിൻറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ സിയിൽ ഒറ്റ മെമ്പേഴ്സേ വരുന്നുള്ളൂ, CB കൺസിഡർ ചെയ്യുമ്പോൾ B ആണ് നമ്മുടെ ഫാർ എൻഡ്. B നോക്കുകയാണെങ്കിൽ B എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, മിഡിൽ സപ്പോർട്ടിനെ നമ്മൾ ഫിക്സ്ഡ് എൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക.
സോ ഫിക്സഡ് എൻഡ് വരുമ്പോൾ നമ്മുടെ സ്റ്റിഫ്നെസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4EI/L ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഐ ഹിയർ ബി സിയിൽ വാല്യൂ ഓഫ് ഐ തന്നെയാണ്. സോ വി ഗെറ്റ് 4EI/4 ദാറ്റ് ഈസ് EI. സോ സിഗ്മ കെ എന്ന് പറഞ്ഞാൽ EI തന്നെ വരും, കാരണം ഒറ്റ മെമ്പേഴ്സ് തന്നെ ഉള്ളൂ, CB എന്നുള്ള ഒറ്റ മെമ്പർ ഉള്ളൂ. സോ വാല്യൂ ഓഫ് സിഗ്മ കെ ഈസ് ഈക്വൽ ടു EI. ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ K/സിഗ്മ കെ ദാറ്റ് ഈസ് EI/EA ഈസ് ഈക്വൽ ടു 1. സോ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരക്കുക. സോ ഫസ്റ്റ് കൺസിഡർ ജോയിൻസ്. ഇവിടെ നമുക്ക് 3 സപ്പോർട്ടാണുള്ളത്, ജോയിൻ എ, ജോയിൻ ബി ആൻഡ് ജോയിൻ സി. ദെൻ write down the distribution factors along all the members. So AB എന്ന് പറഞ്ഞ മെമ്പറിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്, ഒറ്റ മെമ്പറേ ഉള്ളൂ. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. ദെൻ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ BA ഉണ്ട്, BC ഉണ്ട്. സോ BAയിലെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 ആണ് ആൻഡ് BCയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആണ്. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എഴുതാം. ഫിക്സഡ് മൊമെൻറ്റ് ABയിൽ -106.67, BAയിൽ 106.67, BCയിൽ -30 ആൻഡ് സിയിൽ 30. സോ ഇവിടെ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. സോ നമുക്കറിയാം റോളർ സപ്പോർട്ടിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് മൊമെൻറ്റ് 30 എന്ന വാല്യൂ ആണുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ആ ഒരു മൊമെൻറ്റിനെ റിലീസ് ചെയ്യുക, ദാറ്റ് ഈസ് ആ ഒരു വാല്യൂവിനെ നമ്മൾ ഫിക്സഡ് ചെയ്യുക. നമുക്കറിയാമല്ലോ റോളർ സപ്പോർട്ടിലെ മൊമെൻറ്റ് ഫൈനൽ മൊമെൻറ്റ് 0 ആയിരിക്കും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യാം. ഈ ഒരു 30 മൊമെൻറ്റിനെ നമുക്ക് 0 ആക്കണം. സോ 30 എന്നുള്ള വാല്യൂവിനെ 0 ആക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു -30 ആഡ് ചെയ്യണം. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, റിലീസ് ദ മൊമെൻറ്റ് അറ്റ് സി. റിലീസ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് മൊമെൻറ്റ് വാല്യൂ 0 ആണ്. സോ ഇവിടെ നമുക്ക് 30 ആണുള്ളത്. സോ 30നെ 0 ആക്കണമെങ്കിൽ നമ്മൾ -30 ആഡ് ചെയ്യണം. അതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്, റിലീസ് മൊമെൻറ്റ് അറ്റ് സി. സോ ഇവിടെ നമുക്ക് 30നെ -30 ആഡ് ചെയ്തു. സോ 30 + -30 നമുക്ക് 0 വരും. സോ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിനകത്ത് ബാലൻസിങ് സ്റ്റെപ്പിനകത്ത് നമ്മൾ -30 മൊമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ സോ തൊട്ടടുത്തുള്ള മെമ്പറിലേക്ക് ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. സോ ഇവിടെ തൊട്ടടുത്ത മെമ്പർ ഈ മെമ്പർ CB ആണ്. സോ തൊട്ടടുത്തുള്ള മെമ്പർ എന്ന് പറഞ്ഞാൽ BC ആണ്. CBയുടെ പാറൻറ്റ് B ആണ്, ദാറ്റ് ഈസ് BC എന്ന് പറഞ്ഞ മെമ്പറിലേക്കാണ് ക്യാരി ഓവർ ചെയ്യുക. സോ ഇവിടെ CB എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, B എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. കണ്ടിന്യൂസ് സപ്പോർട്ട് ഫിക്സഡ് ആയിട്ടാണ് വരിക. സോ ഹാഫ് മൊമെൻറ്റ് BCയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. സോ -30യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ -15 ക്യാരി ഓവർ ചെയ്തു. സോ ക്യാരി ഓവർ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു -50. ഈ ഒരു മെമ്പറിലെ മൊമെൻറ്റ് നമുക്ക് ആഡ് ചെയ്ത റിലീസ് ചെയ്ത മൊമെൻറ്റിൻ്റെ ഹാഫ് മൊമെൻറ്റ് BCയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. കണ്ടിന്യൂസ് സപ്പോർട്ട് ആയതുകൊണ്ട് ഫിക്സഡ് സപ്പോർട്ടാണ് ആയിട്ടാണ് വരിക. സോ ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് സോ ഇവിടെ നമുക്ക് 30 + -30 ചെയ്യുമ്പോൾ 0 വാല്യൂ കിട്ടും. നമുക്കിനി സാധാരണ ചെയ്യുന്ന പോലെ ഫിക്സഡ് എൻഡിൻ്റെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം, ബാക്കി സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് അഡീഷണൽ വന്നു. സോ നമുക്ക് ഇനി ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇനീഷ്യൽ മൊമെൻറ്റ്. സോ ഇനീഷ്യൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കോളത്തിലും വാല്യൂസ് ആഡ് ചെയ്യുക. സോ ഇവിടെ വേറെ അഡീഷണൽ വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ -106.67 തന്നെ വരും. BA മെമ്പറിലും 106.67 ആൻഡ് BCയിൽ -30. അതുപോലെ ഇവിടുന്ന് ക്യാരി ഓവർ ചെയ്ത -15 ഉണ്ട്. സോ അത് ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് -45. ദെൻ ഇവിടെ 30 + -30 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഈ ഒരു സ്റ്റെപ്പ്. നമ്മൾ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഫൈനൽ മൊമെൻറ്റ് 0 ആയിരിക്കും. സോ ആ ഒരു മൊമെൻറ്റ് നമുക്കറിയാം 0 ആയിരിക്കും വാല്യൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആ ഒരു മൊമെൻറ്റിനെ അവിടെ സെറ്റ് ചെയ്തു, 0 ആക്കി. അതാണ് റിലീസ് മൊമെൻറ്റ്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ക്യാരി ഓവർ ചെയ്തു. സോ ഇവിടെ നമുക്കിനി നമ്മുടെ സാധാരണ ഫിക്സഡ് എൻഡിൻ്റെ സപ്പോർട്ടിൽ ചെയ്ത പോലെ തന്നെ, ഇതിന് മുമ്പത്തെ 2 പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഇനി ബാക്കി സ്റ്റെപ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് ബാലൻസിങ്. ഇപ്പോൾ ജോയിൻ ബി കൺസിഡർ ചെയ്തു. ജോയിൻ ബിയിലെ ടോട്ടൽ മൊമെൻറ്റ്സ് അൺബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമുക്കിവിടെ ബാലൻസിങ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ബിയിലുള്ള മൊമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തു. സോ ഇവിടെ 106.67 -45 വരും. സോ 106.67 -45 എന്നുള്ളൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ദാറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ കൊണ്ട് നമ്മുടെ BAയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ മൊമെൻറ്റ് ഇവിടെ എഴുതി -35.21 കിട്ടി. അതുപോലെ 106.67 -45 ഇൻറ്റു -1 ഇൻറ്റു 0.429 ചെയ്ത വാല്യൂ നമ്മുടെ BC എന്ന് പറഞ്ഞ മെമ്പറിന് കറസ്പോണ്ടിങ് എഴുതി -26.46 കിട്ടി. സോ ഇവിടെ നമ്മുടെ ബാലൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാരി ഓവർ ചെയ്യണം. സോ BAയിലുള്ള മൊമെൻറ്റ്, BAയിലെ പാറൻറ്റ് A ആണ്. A ഇവിടെ ഫിക്സഡ് സപ്പോർട്ടാണ്. സോ BAയിലുള്ള മൊമെൻറ്റ് ഹാഫ് മൊമെൻറ്റ് ABയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് BC ഉണ്ട്. BCയിലെ മൊമെൻറ്റ് BCയുടെ പാറൻറ്റ് C ആണ്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ C എന്നുള്ളതൊരു റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ടിനകത്ത് നമ്മൾ പറഞ്ഞു ക്യാരി ഓവർ ഉണ്ടാവില്ല, ക്യാരി ഓവർ ഫാക്ടർ 0 ആണ്. സോ ഇങ്ങോട്ട് CBയിലേക്ക് ദർ ഈസ് നോ ക്യാരി ഓവർ മൊമെൻറ്റ്.
സോ നെക്സ്റ്റ് ക്യാരി ഓവർ മൊമെൻറ്റ്. സോ നമ്മൾ ബി എയിൽ നിന്ന് ഹാഫ് മൊമെൻറ്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, കാരണം എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ടായിരുന്നു. നെക്സ്റ്റ് ബി സിയിലെ മൊമെൻറ്റ് സി എന്നുള്ളത് റോളർ സപ്പോർട്ടാണ്. സോ സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യില്ല, റോളർ സപ്പോർട്ടിലേക്ക് ക്യാരി ഓവർ മൊമെൻ്റ് ഒന്നും വരില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദർ ഈസ് നോ ക്യാരി ഓവർ. ഇവിടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, മൊമെൻറ്റ് ഫൈനൽ മൊമെൻ്റാണ് നമ്മുടെ 0. സോ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യരുത്. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ടാണെന്ന് ഓർക്കണം. ദെൻ നെക്സ്റ്റ് അഗൈൻ ബാലൻസിങ് ആണ്. സോ ബാലൻസിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ജോയിൻറ്റിൽ മൊമെൻ്റാണ് ബാലൻസിങ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ബി എന്ന് പറഞ്ഞ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ബിനകത്ത് വാല്യൂസ് ഒന്നും ഇല്ല. സോ നെക്സ്റ്റ് നമുക്ക് ബാലൻസിങ് ചെയ്യേണ്ട 0 ആണ് വരിക. സോ നമുക്ക് ഫൈനൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫൈനൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റ് എഴുതിയിട്ടുണ്ടല്ലോ. സോ അവിടെ നിന്നുള്ള വാല്യൂസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് മുതൽ ആഡ് ചെയ്യരുത്. സോ ഇവിടെ -106.67 -17.61 is equal to -124.23 എന്ന് കിട്ടും. സിമിലർലി ബി എം മെമ്പറിൽ 106.67 -35.21 is equal to 71.46. Next BC, along the member BC, -45 -26.46, that is -71.46 കിട്ടും, -71.46. Then along the member CB 0 വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ എൻഡ് സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടായിട്ട് ഹിഞ്ചഡോ റോളർ സപ്പോർട്ടോ ആയിട്ട് വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ഫോർത്ത് പ്രോബ്ലം, അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ ഇവിടെ എ ബി സി ഡി 4 സപ്പോർട്ട്സ് ഉണ്ട്, 3 സ്പാനുകളിൽ കണ്ടിന്യൂസ് ബീമാണ് തന്നിട്ടുള്ളത്, കറസ്പോണ്ടിങ് ലോഡ്സൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം ഇവിടെ എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടും 2 സപ്പോർട്ടും റോളർ സപ്പോർട്ടാണ്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്. സോ എ ബിയിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. ദെർഫോർ എം ഓഫ് എ ബി is equal to -WL²/12, that is -15 kN/m എന്ന് കിട്ടും. ദെൻ എം ഓഫ് ബി എ പ്ലസ് WL²/12, therefore എം ഓഫ് ബി is equal to 15 kN/m. ഇനി ബി സിയിൽ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ എം ഓഫ് ബി സി is equal to -WL/8, that is -40 × 4/8 is equal to -20 kN/m. Similarly, M of CP is equal to plus WL/8, that is 20 kN/m. Next, CD മെമ്പറിനകത്ത് എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 3 മീറ്ററും ഇവിടെ 2 മീറ്ററാണ്. സോ ഇതാണ് നമ്മുടെ വാല്യൂ ഓഫ് എ 3 മീറ്ററും വാല്യൂ ഓഫ് ബി 2 മീറ്റർ. So we have M of CD is equal to -WAB²/L², that is -40 × 3 × 2²/5² is equal to -19.2 kN/m. M of DC is equal to plus WA²B/L². M of DC is equal to plus WA²B/L², that is 40 × 3² × 2/5², that is 28.8 kN/m. Then second step, distribution factor. So consider joint A എന്നുള്ളത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. സോ ഹിഞ്ച്ഡ് സപ്പോർട്ടിനകത്ത് ഒരു മെമ്പറാണ് വരുന്നത് എ ബി. സോ എ ബിയിലെ മെമ്പർ നമ്മൾ സ്റ്റിഫ്നെസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ മെമ്പറേ ഉള്ളൂ. സിഗ്മ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ തന്നെ ആയിരിക്കും. സോ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 തന്നെയാണ് വരിക. ഒരു മെമ്പറൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യുകയാണെങ്കിലും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ വാല്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. സോ ഒരു മെമ്പർ ആയതുകൊണ്ട് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ജോയിൻറ്റ് ബി എടുത്തു. ജോയിൻറ്റ് ബിയിൽ 2 മെമ്പേഴ്സാണുള്ളത്, ബി എ ആൻഡ് ബി സി. സോ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്നുള്ളതാണ് ഫാർ ആൻഡ് സപ്പോർട്ട്. സോ ഫാർ ആൻഡ് സപ്പോർട്ട് ഇവിടെ റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞാൽ 3EI/L ആണ്. എല്ലിൻ്റെ വാല്യൂ 3 ആണ്. സോ വി ഗെറ്റ് 3EI/3 is equal to EI. നെക്സ്റ്റ് ബി സി കൺസിഡർ ചെയ്യുക. ബി സി എടുക്കുമ്പോൾ സി എന്നുള്ളത് കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, മിഡിൽ സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ വാല്യൂ ഓഫ് കെ is equal to 4EI/L. ഇവിടെ എല്ലിന് വാല്യൂ 4 മീറ്റർ ആണ് ആൻഡ് വാല്യൂ ഓഫ് ഐ തന്നെയാണ്. സോ വി ഗെറ്റ് 4EI/4 is equal to EI. ദെൻ നെക്സ്റ്റ് കോളം സിഗ്മ കെ. സോ ഒരു ജോയിൻറ്റിലുള്ള എല്ലാ സ്റ്റിഫ്നെസ് വാല്യൂസും ആഡ് ചെയ്യുക. സോ ഇവിടെ ബി എ ബി സിയിലെയും സ്റ്റിഫ്നെസ്സുകൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് EI + EI is equal to 2EI. Therefore distribution factor is equal to K/sigma K ആണ്. സോ ഇവിടെ ഫസ്റ്റ് ബി എന്ന് പറഞ്ഞ മെമ്പറിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ is equal to EI/2EI, that is 1/2.5. സിമിലർലി ബി സി എന്ന് പറഞ്ഞ മെമ്പറിൽ EI/2EI, that is 0.5. സോ
നമുക്ക് ബി എയിലും ബി സിയിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ജോയിൻറ്റ് സി ആണ്. സിയിൽ 2 മെമ്പേഴ്സാണ് വരുന്നത്, സി ബി ആൻഡ് സി ഡി. സോ സി ബി കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് ആയതുകൊണ്ട് stiffness value 4 EI by L, then substitute the value of L 4 meter, so we get EI. Next CD consider ചെയ്യുക. CD നകത്തുള്ള ഫാറൻ സപ്പോർട്ട് ഡി ആണ്. ഡി എന്നുള്ളത് ഇവിടെ റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് വാല്യൂ ഓഫ് കെ 3 EI by L ആണ്. സോ സി ഡിയുടെ ലെങ്ത് 5 മീറ്റർ ആണ്. സോ വി ഗെറ്റ് 3 EI by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 EI. ദെൻ നെക്സ്റ്റ് കോളം സിഗ്മ കെ, ദാറ്റ് ഈസ് ദ stiffness values add ചെയ്യുക, that is EI plus 0.6 EI, that is 1.6 EI. Then distribution factor along the member CB, distribution factor is equal to EI by 1.6 EI, that is 0.625, and CD എന്ന് പറഞ്ഞ മെമ്പറിൽ distribution factor 0.6 EI by 1.6 EI, that is 0.375. ഇനി ഡി എന്നുള്ള സപ്പോർട്ട് ഒരു റോളർ സപ്പോർട്ടാണ്. സോ ഡി കൺസിഡർ ചെയ്യുമ്പോൾ ഡിയിൽ ഡി സി എന്ന് പറഞ്ഞ മെമ്പറാണ് വരുന്നത്. സോ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ഹിഞ്ചഡ് സപ്പോർട്ട്, എൻഡ് സപ്പോർട്ട് ഹിഞ്ചഡ് സപ്പോർട്ട് ആണോ എന്ന് നോക്കുക. ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റിഫ്നെസ് 3 EI by L ആയിരിക്കും. പിന്നെ കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കേസായിട്ടാണ് എടുക്കുക. സോ വാല്യൂ സ്റ്റിഫ്നെസ് ഓഫ് വാല്യൂ മിഡിൽ സപ്പോർട്ട്, അതായത് കണ്ടിന്യൂസ് സപ്പോർട്ട് ആയിട്ടുള്ള വരുന്ന എല്ലാ സപ്പോർട്ടിലും നമ്മൾ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4 EI by L ആണ് എടുക്കുക. ഫിക്സഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. എൻഡ് സപ്പോർട്ട് ഹിഞ്ചഡ് ആണെങ്കിൽ മാത്രമാണ് 3 EI by L വരിക. ബാക്കി എല്ലാ കേസിലും ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിലും മിഡിൽ സപ്പോർട്ട് ആണെങ്കിലും 4 EI by L ആയിരിക്കും നമ്മുടെ സ്റ്റിഫ്നെസ് വാല്യൂ വരിക. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഫസ്റ്റ് ജോയിൻറ്റ് എ ബി സി ഡി ആൻഡ് ഓരോ ജോയിൻറ്റിലെയും മെമ്പേഴ്സ് എയിൽ എ ബി, ബിയിൽ ബി എ ആൻഡ് ബി സി, സിയിൽ സി ബി ആൻഡ് സി ഡി, ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ ഡി സി. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാം. സോ എ ബിയിൽ ഒറ്റ മെമ്പറേ ഉള്ളൂ. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. ബി എന്ന് പറഞ്ഞ ജോലിയിൽ 2 മെമ്പേഴ്സ് ഉണ്ട്. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ബി എയിൽ 0.5 ആൻഡ് ബി സിയിൽ 0.5. സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.625 ആൻഡ് സി ഡിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.375 ആൻഡ് ഡി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1. നെക്സ്റ്റ് ഫിക്സഡ് മൊമെൻറ്റ് എഴുതാം. സോ എ ബിയിലെ ഫിക്സഡ് മൊമെൻറ്റ് -15, ബി എയിൽ 15, ബി സി -20, സി ബി 20 ആൻഡ് സി ഡി -19.2, ഡി സി 28.8 kN. ദെൻ നെക്സ്റ്റ് ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടും 2 സപ്പോർട്ടും ഹിഞ്ചഡ് സപ്പോർട്ടാണ്, റോളർ സപ്പോർട്ടാണ്. സോ എ ബിയിലെ മൊമെൻറ്റും ഡി സിയിലെ മൊമെൻറ്റും നമുക്കറിയാം 0 ആയിരിക്കും. റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ടാണെങ്കിൽ സിംപിൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള കേസസിൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബട്ട് നമുക്കിവിടെ വാല്യൂ ഉണ്ട് -15ഉം 28.8 kN ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇവിടുത്തെ മൊമെൻറ്റിനെ റിലീസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈ ഒരു മൊമെൻറ്റ് വാല്യൂവിനെ 0 ആക്കണം. സോ -15 വാല്യൂവിനെ 0 ആക്കണമെങ്കിൽ നമ്മൾ +15 ആഡ് ചെയ്യണം. അതുപോലെ 28.8നെ 0 ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് -28.8 ആഡ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് റിലീസ് മൊമെൻറ്റ് അറ്റ് എ ആൻഡ് സി. ഇവിടെ 2 സ്ഥലത്ത് നമ്മൾ മൊമെൻറ്റ് റിലീസ് ചെയ്യണം. കാരണം എ എന്നുള്ള സപ്പോർട്ടും ഹിഞ്ചഡ് ആണ്, അതുപോലെ ഡി എന്നുള്ള സപ്പോർട്ടും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ 2 കേസസിൽ നമുക്ക് മൊമെൻറ്റിൻ്റെ വാല്യൂ റിലീസ് ചെയ്യണം. സോ റിലീസിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനെ നമുക്ക് 0 ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 15 ആഡ് ചെയ്യണം. അതുപോലെ ഡി സിയിൽ 28.8 മൊമെൻറ്റാണ് ഉള്ളത്, വാല്യൂ ഉള്ളത്. സോ അതിന് -28.8 ആഡ് ചെയ്താലാണ് നമുക്ക് വാല്യൂ ഓഫ് ഡി സി 0 വരിക. സോ അതാണ് റിലീസ് മൊമെൻറ്റ് അറ്റ് എ ആൻഡ് സി. സ്റ്റെപ്പിൽ ഈ ഒരു ബാലൻസിങ് സ്റ്റെപ്പിനകത്ത് മൊമെൻറ്റ് വാല്യൂ വന്നു. സോ നമുക്ക് ഈ മൊമെൻറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ഫിക്സഡ് സപ്പോർട്ടാണ് ഈ ഫാറിൻ്റെ ഫിക്സഡ് സപ്പോർട്ടാണ് കറസ്പോണ്ടിങ് ഈ മൊമെൻറ്റിൻ്റെ ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. സോ ഇവിടെ എ ബിയുടെ ഫാറിൻ്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ ബി എ ആണ്. സോ ബി എ കണ്ടിന്യൂസ് സപ്പോർട്ട് ആയതുകൊണ്ട് ഹാഫ് മൊമെൻറ്റ് ബി എയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതുപോലെ ഡി സിയുടെ ഫാറിൻ്റെ സി ആണ്, ദാറ്റ് ഈസ് ഫാറിൻ്റെ മെമ്പർ പറയുന്നത് സി ഡി ആണ്. സോ ഹാഫ് മൊമെൻറ്റ് സി ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഓവർ മൊമെൻറ്റ്, ദാറ്റ് ഈസ് 15 ക്യാരി ഓവർ ചെയ്തു. ഹാഫ് മൊമെൻറ്റ് 7.5 ബി എയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതുപോലെ -28.8 ഡി സിയിലെ മൊമെൻറ്റ് ഹാഫ് മൊമെൻറ്റ് സി ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, -14.4. നെക്സ്റ്റ് ഇനീഷ്യൽ മൊമെൻറ്റ്. ഇനി നമുക്ക് ഇവിടെ ഇനീഷ്യൽ മൊമെൻറ്റ് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ -15 + 15 0 ആയി. ഇവിടെ 15 + 7.5 ആഡ് ചെയ്തപ്പോൾ 22.5 വന്നു. ഇവിടെ ചേഞ്ച് ഒന്നും വന്നില്ല, -20 തന്നെ. ഇവിടെ 20, ദെൻ ഇവിടെ -19.2 ഈ ഒരു ക്യാരി ഓവർ ചെയ്ത മൊമെൻറ്റും ആഡ് ചെയ്യുക, -14.4 ദാറ്റ് ഈസ് -33.6.
ഇവിടെ അതുപോലെ ഡി സിയിലെ മൊമെൻറ്റ് 28.8 മൈനസ് 28.8 ആഡ് ചെയ്തു 0. നമ്മൾ എ ബിയിലെ മൊമെൻറ്റ് 0 കിട്ടി, ഡി സിയിലെ മൊമെൻറ്റ് 0 കിട്ടി. നമുക്ക് ഫൈനലി കിട്ടേണ്ട മൊമെൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ 0 ആക്കി. അതാണ് റിലീസ് മൊമെൻറ്റ് എ ആൻഡ് സി സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. നമുക്ക് സാധാരണ ഫിക്സഡ് എൻഡ് ചെയ്തപ്പോൾ ഫിക്സഡ് എൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബാലൻസിങ്. സോ ബാലൻസിങ് ജോയിൻറ്റ് ബി, ഇവിടെ 2 ജോയിൻറ്റ്സ് ഉണ്ട്, ജോയിൻറ്റ് ബി ആൻഡ് ജോയിൻറ്റ് സി. 2 സപ്പോർട്ടിലെയും 2 ജോയിൻറ്റ്സിലെയും മൊമെൻറ്റിന് നമുക്ക് ബാലൻസിങ് ചെയ്യണം. സോ ഇവിടെ ബാലൻസിങ് ചെയ്യുമ്പോൾ 22.5 മൈനസ് 20 ആണ് ടോട്ടൽ മൊമെൻറ്റ് ആക്ടിങ് അലോങ് ദ ജോയിൻറ്റ് ബി. സോ 22.5 മൈനസ് 20 ചെയ്യുമ്പോൾ നമുക്ക് 0.5 ആണ് വരിക. 0.5ൻ്റെ ഓപ്പോസിറ്റ് സൈൻ ദാറ്റ് ഈസ് മൈനസ് 0.5ന് ഈ ബി എയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ബി എ കോളത്തിൽ എഴുതുക മൈനസ് 1.25. അതുപോലെ തന്നെ ഇവിടെ ഇത് തമ്മിലുള്ള ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 0.5 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ദാറ്റ് ഈസ് മൈനസ് 0.5ന് ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ബി സിയുടെ കോളത്തിൽ എഴുതി മൈനസ് 1.25. ഇനി നെക്സ്റ്റ് നമുക്ക് സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുക്കുക. സിനകത്തുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ സമ്മ് 20 പ്ലസ് മൈനസ് 33.6 ആണ്. സോ 20 മൈനസ് 33.6 ചെയ്യുമ്പോൾ മൈനസ് 13.6 ആണ് വരിക. സോ മൈനസ് 13.6ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 13.6. മൈനസ് 13.6 ആണ് നമുക്ക് സിഗ്മ സി ജോയിൻറ്റ് സിയിലുള്ള ടോട്ടൽ മൊമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 13.6. സോ ഈ പ്ലസ് 13.6ന് 0.625 സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.625 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ബിയുടെ കോളത്തിൽ എഴുതുക. ദാറ്റ് ഈസ് 8.25 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ പ്ലസ് 13.6ന് സി ഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.375 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ഡിയുടെ കോളത്തിൽ എഴുതുക. ദാറ്റ് ഈസ് പ്ലസ് 5.1. ഓക്കെ, സോ ബാലൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാരി ഓവർ മൊമെൻറ്റ്. സോ ഇവിടെ നമ്മൾ ബി എയിൽ നമുക്ക് വാല്യൂ കിട്ടി മൈനസ് 1.25. സോ ബി എയിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്നുള്ളത് റോളർ സപ്പോർട്ടാണ്. സോ സിംപ്ലി സപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ക്യാരി ഓവർ മൊമെൻറ്റ് 0 ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് ദർ ഈസ് നോ ക്യാരി ഓവർ മൊമെൻറ്റ്. സോ ബി എന്ന് പറഞ്ഞ മെമ്പറിലെ മൊമെൻറ്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യില്ല. കാരണം എ എന്നുള്ളത് ഒരു റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ടിലേക്ക് സിംപ്ലി സപ്പോർട്ടിലേക്ക് ക്യാരി ഓവർ മൊമെൻറ്റ് ഇല്ല, 0 ആണ്. ബട്ട് ഇവിടെ ബി സിയുടെ ഫാർ എൻഡ് മെമ്പർ സി ബി ആണ്. സോ സി ബിയിലേക്ക് ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. അതുപോലത്തെ സി ബിയുടെ ഫാർ എൻഡ് ബി സി ആണ്. സോ 8.25ൻ്റെ ഹാഫ് മൊമെൻറ്റ് ബി സിയിലേക്കും ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് സി ഡി എടുക്കുക. സി ഡിയിലെ മൊമെൻറ്റ് 5.1. സോ സി ഡിയുടെ ഫാർ എൻഡ് ഡി സി ആണ്. ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. സോ ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യില്ല. റോളർ സപ്പോർട്ടിൽ സിംപ്ലി സപ്പോർട്ടിന് ക്യാരി ഓവർ മൊമെൻറ്റ് 0 ആണ്. സോ ക്യാരി ഓവർ ചെയ്തു. മൈനസ് 1.25ൻ്റെ ഹാഫ് മൊമെൻറ്റ് മൈനസ് 0.63, 8.25ൻ്റെ ഹാഫ് മൊമെൻറ്റ് 4.25ഉം ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് അഗെയിൻ ബാലൻസിങ് ചെയ്യാം. സോ ഇവിടെ ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ വരുന്ന മൊമെൻറ്റ് ഇവിടെ വാല്യൂ ഒന്നുമില്ല. ദെൻ ഇവിടെ 4.25. സോ 4.25 ടോട്ടൽ നമ്മൾ ആ ബിയിലെ ജോയിൻറ്റിൽ മൊമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് 4.25 എന്നാണ് വരിക. സോ ആ 4.25ൻ്റെ ഓപ്പോസിറ്റ് സൈൻ 4.25ൻ്റെ ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ മൈനസ് 4.25 വരും. മൈനസ് 4.25നെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബി എയിലും എഴുതാം, ബി സിയിലും എഴുതാം. കാരണം ബി എയുടെയും ബി സിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ സെയിം ആണ്, 0.5 ആണ്. അതുപോലെ ഇവിടെ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് മൈനസ് 0.63 ആണ്. സോ മൈനസ് 0.63 ഇവിടെ വാല്യൂ ഒന്നുമില്ല. സോ ടോട്ടൽ മൊമെൻറ്റ് സിയിൽ വരുന്ന ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 0.63 ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 0.63 ആണ്. സോ ഈ പ്ലസ് 0.63നെ 0.625 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ബിയുടെ കോളത്തിൽ എഴുതുക. 0.375 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ഡിയുടെ കോളത്തിൽ എഴുതാം. ഇതാണ് ബാലൻസിങ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഗെയിൻ ക്യാരി ഓവർ മൊമെൻറ്റ് ചെയ്യുക. നമുക്കിവിടെ വാല്യൂസ് ചെറുതായിട്ടില്ല, ഇപ്പോഴും -2 റേഞ്ചിലാണ്. ഇവിടെ ചെറിയ വാല്യൂ ആയിട്ടുണ്ട്, ബട്ട് ഇവിടെ 2 ആണ് റേഞ്ച്. സോ നമുക്ക് പോയിൻറ്റ് റേഞ്ചിൽ വരെ ചെയ്യണം. നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. സോ അഗെയിൻ നമ്മൾ ക്യാരി ഓവർ മൊമെൻറ്റ് ചെയ്യുക. ഇവിടെ അഗെയിൻ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ എ എന്നുള്ള സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ക്യാരി ഓവർ മൊമെൻറ്റ് വരില്ല. ബട്ട് ഇവിടെ ബി സിന്ന് സി ബിയിൽ കണ്ടിന്യൂസ് സപ്പോർട്ടിലേക്ക് കണ്ടിന്യൂസ് മെമ്പറാണ്. സോ സി ബിയിലേക്ക് ക്യാരി ഓവർ മൊമെൻറ്റ് ചെയ്യും. സോ സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതുപോലെ സി ബിയിൽ നിന്ന് ബി സിയിലേക്കും ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് സി ഡിയിൽ നിന്ന് ഡി എന്നുള്ള റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഡി സിയിലേക്ക് ക്യാരി ഓവർ ഒന്നും ഉണ്ടാവില്ല. സോ
സോ നമ്മൾ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. 0.39 ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്തു. -2.12 ഹാഫ് മൊമെൻറ്റ് സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. എഗെയിൻ നെക്സ്റ്റ് ബാലൻസിങ്. സോ ഇവിടെ 0 ആണ്, വാല്യൂ ഇല്ല. ഇവിടെ 0.20 ആണ്. സോ 0.20ന് ഓപ്പോസിറ്റ് സൈന് -0.20, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നെക്സ്റ്റ് ബാലൻസിങ് സ്റ്റെപ്പിൽ എഴുതാം. സോ 0.20ൻ്റെ ഓപ്പോസിറ്റ് സൈന് -0.20 ഇൻറ്റു 0.5 ദാറ്റ് ഈസ് -0.1 ഇവിടെ എഴുതി. സെയിം വാല്യൂ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ സെയിം ആയതുകൊണ്ട് ബി സിയിലും സെയിം -0.1 വന്നു. ഇനി സി എന്ന് പറഞ്ഞ ജോയിൻറ്റിലെ ടോട്ടൽ മൊമെൻറ്റ് -1.06 ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈന് +1.06 എന്ന് വരും. സോ ഈ 1.06നെ 0.625 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ. സി ബിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.66. അതുപോലെ സി ഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 1.06 ഇൻറ്റു 0.375 = 0.40 എന്ന് വരും. നെക്സ്റ്റ് ഫൈനൽ മൊമെൻറ്റ് എഴുതാം. സോ ഇവിടെ നമ്മൾ എ ബിയിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ മൊമെൻറ്റ് 0 ആണ്. അതുപോലെ ബി എയിലെ മൊമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 19.02 kN മീറ്റർ കിട്ടി. ബി സിയിലെ മൊമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ -19.02 kN മീറ്റർ. സി ബിയിലെ മൊമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ 27.86 kN മീറ്റർ. അതുപോലെ സി ഡിയിലെ മൊമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ -27.86 kN മീറ്റർ എന്ന് കിട്ടി. ഡി സിയിലെ മൊമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 0 kN മീറ്റർ എന്ന് കിട്ടി. സോ എല്ലാ മെമ്പേഴ്സിലെയും ഫൈനൽ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ഉള്ള ബീംസിനെ നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.